Hello all, welcome to Teacher at Home. Today class we are going to learn the 17th chapter, that is the fiber and the plastics. We live in an era of tremendous progress in the field of science and technology. We see a variety of substances around us that are available for improving our lifestyle. അല്ലേ പണ്ടത്തെ പോലത്തെയുള്ള പാത്രങ്ങളും അതുമല്ല നമ്മളൊന്നും യൂസ് ചെയ്യണത് അല്ലേ ഇപ്പൊ മോഡേൺ ആയിട്ട് പല പ്രോഗ്രസ്സും സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഫീൽഡ് വന്നിട്ടുണ്ട്. A close examination will reveal that most of them are contributions of chemistry. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അല്ലേ അത് നോക്കുമ്പോൾ മാറ്റ് ബോട്ടിൽസ് ദെൻ പൈപ്പ് നെറ്റ് സി അപ്പോൾ എന്താ നമുക്ക് മനസ്സിലാവുക കെമിസ്ട്രിയിൽ നിന്നുള്ള സംഭാവനയാണ് എന്ത് ഈ മൊത്ത സാധനങ്ങൾ. Chemistry has paved way for amazing changes through the maximum utilization of natural resources. പ്രകൃതിയിൽ നിന്ന് ലഭ്യമായ പലതും ഉപയോഗിച്ചും നമ്മൾ പല വസ്തുക്കളും നിർമ്മിച്ചു. Identify the contribution of chemistry in different fields and prepare a seminar presentation. കെമിസ്ട്രിയിൽ നിന്നുള്ള ഈ പല സംഭാവനകളും മനസ്സിലാക്കി നമ്മളൊരു സെമിനാർ പ്രസന്റ് ചെയ്യുക. Polymers, as you know, cotton, silk, wool, jute, etc. are the substances used for making clothing since ancient time. അപ്പോൾ പഴയ കാലം തൊട്ട് എന്താണ് പരുത്തി അല്ലേ സിൽക്ക് വൂളും ചണം ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അല്ലേ കമ്പിളി ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് തുണി വസ്ത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. All of them along with other familiar substances. ഇതൊക്കെ മറ്റു സബ്സ്റ്റൻസുമായിട്ട് റിലേറ്റഡ് ആയത് ഫൈബർ റബ്ബർ എക്സെട്ര made up of molecules belonging to a group called polymers. അതും എന്താണ് പോളിമർ പറഞ്ഞ ഒരു ഗ്രൂപ്പിൽ പെട്ടവയാണ്. പോളിമർ എന്ന് പറഞ്ഞാൽ എന്താ കുറെ മോണോമേഴ്സ് സംഘടിപ്പിച്ച് അത് ഒന്നിച്ച് ചേർന്നിട്ടാണ് എന്തുണ്ടാവുക പോളിമേഴ്സ് ഉണ്ടാവുക. They are macromolecules formed by the combination. അതായത് അത് വലിയ മോളിക്യൂൾസ് ആണ്. എങ്ങനെയാണ് അത് ഉണ്ടായത് സിമ്പിൾ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് മോണോമർ ഉണ്ടായത്. Life originated through polymers. Polymers were formed when life had originated on the earth. അപ്പം മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായ സമയത്ത് തന്നെ ഉണ്ടായ വസ്തുക്കൾ തന്നെയാണ് ഈ പോളിമേഴ്സ് എന്ന് പറയുന്ന സാധനങ്ങൾ. പിന്നെ പ്രോട്ടീൻ എ പോളിമർ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ. പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു പോളിമർ ആണ്. അത് എങ്ങനെയാണ് ഉണ്ടായത് കോമ്പിനേഷൻ ഓഫ് അമിനോ ആസിഡ്സ് അല്ലെ അമിനോ ആസിഡ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്തതാണ് എന്ത് പ്രോട്ടീൻ. 400 crores years ago was on the basis of life. All the protein ഏതൊക്കെ പ്രോട്ടീൻ DNA, starch, cellulose found in living beings belong to the category. അപ്പൊ ഈ DNA, starch, cellulose അതും എന്തിലാ പെടുന്നത് കാറ്റഗറൈസ് ചെയ്തിരിക്കണ പോളിമേഴ്സിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിലെന്താ ഉള്ളത് ബയോളജിക്കൽ അറ്റാച്ച്മെന്റ് ഉണ്ട് അല്ലെ അപ്പൊ അതുകൊണ്ടാണ് അതിന് എന്ത് പറയുക ബയോ പോളിമേഴ്സ് എന്ന് പറയുക. These and the polymers mentioned at the beginning of the chapter. പോളിമേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇത് കോട്ടൺ പരുത്തി ഇങ്ങനത്തെയൊക്കെ എന്താണ് നാച്ചുറൽ പോളിമേഴ്സ് ആണ്. Polymers like nylon, rayon, polythene and PVC are made in the scientific laboratory, belong to the category of organic polymers. അപ്പൊ അതുകൊണ്ടാണ് അതിന് എന്ത് പറയാ സിന്തറ്റിക് പോളിമേഴ്സ്. ഏതൊക്കെയാ സിന്തറ്റിക് നൈലോൺ റയോൺ പോളിത്തീൻ ആൻഡ് PVC. ദേ ആർ ദ സിന്തറ്റിക് പോളിമേഴ്സ്. ഇത് കണ്ടില്ലേ മോണോമേഴ്സ് പറയുമ്പോൾ ഫ്രീ ആയിട്ട് നടക്കുന്ന മോളിക്യൂൾസ്. അതിനെ പോളിമറൈസേഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും അതൊരു ചെയിൻ ആയിട്ടുള്ള ഒരു ലോങ് ചെയിൻ ഫോം ചെയ്യും. ആ ചെയിനെയാണ് നമ്മൾ എന്ത് പറയുക പോളിമർ എന്ന് പറയുക. Monomer molecule combine to form polymers, just like a necklace being formed by the combination. അല്ലേ നെക്ലസ് എങ്ങനെ ഉണ്ടായിരിക്കുന്നത് കുറെ മുത്തുകൾ കൂടി ചേർന്നിട്ടാണ് എന്ത് നെക്ലസ് ഫോം ചെയ്യുക. അതേപോലെ തന്നെയാണ് ഈ മോണോമർ ഉണ്ടായിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ മോളിക്യൂൾസ് ലൈക്ക് അല്ലെ ഗ്ലൂക്കോസ് അമിനോ ആസിഡ്സ് ആർ മോണോമേഴ്സ്. ഗ്ലൂക്കോസും അമിനോ ആസിഡ്സും അതൊക്കെ എന്താണ് മോണോമർ ആണ്. സ്റ്റാർച്ച് ആൻഡ് പ്രോട്ടീൻ ആർ റെസ്പെക്റ്റീവ്ലി പോളിമേഴ്സ് ഫോംഡ് ഫ്രം ദം. ഗ്ലൂക്കോസും അമിനോ ആസിഡും മോണോമർ ആണ്. പക്ഷെ എന്താ സ്റ്റാർച്ചും പ്രോട്ടീനും അതൊക്കെ എന്താണ് പോളിമർ ആണ്. ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ നേച്ചേഴ്സ് ക്ലാസിഫൈഡ്. അതായത് ഭൗതിക ഘടന അനുസരിച്ച് അവരെ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഫൈബർ പ്ലാസ്റ്റിക് ആൻഡ് റബ്ബർ. ഫൈബേഴ്സ് ആർ ദ പോളിമേഴ്സ് സ്യൂട്ടബിൾ ഫോർ ദ മാനുഫാക്ചറിങ് അല്ലെ ഫൈബർ എന്ന് പറയുന്നത് എന്താണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോളിമർ ആണ്. എന്തിനാ ഉപയോഗിക്കുക ഫൈബർ ത്രെഡ് ആയിട്ട് യൂസ് ചെയ്യും. പ്ലാസ്റ്റിക് ഈസ് ദ പോളിമർ വിച്ച് ക്യാൻ ബി മോൾഡഡ് ഇൻ ടു. പ്ലാസ്റ്റിക് എന്ന് പറയുന്നതും ഒരു പോളിമർ ആണ്. അതിനെ നമുക്ക് പല ഷേപ്പിലുമായിട്ട് മാറ്റാൻ പറ്റും. റബ്ബർ ഈസ് an elastic polymer. So one of the most important elastic polymer is rubber അല്ലെ വലിയാൻ പറ്റണ ഒരു ഇതാണ് എന്ത് റബ്ബർ. Man made or synthetic fibers. Natural fibers
like cotton, silk are not sufficient to meet our പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഈ പരുത്തി പട്ട് ഇതൊക്കെ നമുക്ക് സഫിഷ്യന്റ് അല്ല, ലഭ്യത കുറവുണ്ട് അല്ലെ. they have a number of merits, they do not possess specific desirable properties. കുറെ ഗുണങ്ങൾ ഉണ്ടെങ്കിലും അതനുസരിച്ചുള്ള മീൻസ് ലഭ്യത കുറവും അവർക്കുണ്ട്. evaluate the natural polymer used for the manufacture of clothes and list. അപ്പോൾ നാച്ചുറൽ പോളിമേഴ്സും അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സ് ആണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, എന്താണ് കംഫർട്ടബിൾ ടു വിയർ അല്ലെ, ലെസ് അവൈലബിൾ. കംഫർട്ടബിൾ ടു വിയർ പറഞ്ഞു കോട്ടൺ ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് എളുപ്പത്തിൽ വിയർ ചെയ്യാൻ ധരിക്കാൻ എളുപ്പമാണ്, പക്ഷെ എന്താണ് അവൈലബിലിറ്റി കുറവാണ്. അതുപോലെ പട്ടൊക്കെ ആണെങ്കിൽ അല്ലെ highly expensive, means it is very attractive but the less available. In order to overcome the demerits, several synthetic polymers has to be prepared through chemical method. അപ്പോൾ ഈ demerit overcome ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പോളിമർ ഉണ്ടാക്കണം. എങ്ങനെയാണ്, കെമിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് പോളിമറിനെ നമുക്ക് ഉണ്ടാക്കണം. Scientific polymers like nylon and terling widely used nowadays in textile industry. അപ്പോൾ സയന്റിഫിക് ആയിട്ടുള്ള പോളിമർ നമ്മൾ എന്താ പറഞ്ഞ, നൈലോണും റയോണും അല്ലെ, നൈലോണും ടെർലിനും അതൊക്കെയാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നത്. അത് ഈ കാറ്റഗറീസിൽ പെട്ടതാണ്, ഫൈബറുടെ കാറ്റഗറിയിൽ പെട്ടതാണ്. What are the general characteristics of the synthetic fibers? Make a list. Synthetic fibers-ന്റെ പ്രത്യേകത എന്താണ്? cheaper than natural fibers അല്ലെ, നാച്ചുറൽ ഫൈബറിനെ കാട്ടിയും ചീപ്പർ ആണ്. പിന്നെ ഹൈ ഡ്യൂറബിലിറ്റി, നീണ്ടു നിൽക്കും. പിന്നെന്താ wrinkle free, ചുളിവില്ലാത്തത്. can dry easily on getting wet, പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. നൈലോൺ ആൻഡ് റയോൺ, ഇതിന് എവിടുന്ന പേര് കിട്ടിയെന്ന് നോക്കാം. നൈലോൺ is the first artificially prepared fiber. അപ്പൊ ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് പ്രിപ്പയർ ചെയ്ത ഒരു ഫൈബർ ആണ് ഇത് നൈലോൺ. നൈലോണിന് എങ്ങനെയാണ് ആ പേര് കിട്ടിയത്? നൈലോൺ മീൻസ് ഫ്രം ന്യൂയോർക്ക് ആൻഡ് ലണ്ടൻ. ന്യൂയോർക്കും ലണ്ടനും കൂടി ചേർന്നിട്ടാണ് നമുക്ക് നൈലോൺ എന്ന പേര് കിട്ടിയത്. It was first marketed in these cities. ആദ്യമായിട്ട് ഈ സിറ്റീസിലാണ് അത് മാർക്കറ്റ് ചെയ്തത്. റയോൺ is a semi synthetic fiber and is known as the artificial silk. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സെമി സിന്തറ്റിക് ഫൈബർ എന്ന് പറയുന്നത് അല്ലെ. that is artificial silk. Rayon having similar properties of natural silk. Natural silkന്റെ അതേ പ്രോപ്പർട്ടീസ് തന്നെ എന്തിനുണ്ട്, റയോണിനുണ്ട്. used for the manufacture. അപ്പൊ നാച്ചുറൽ സിൽക്കിന്റെ അതേ പ്രോപ്പർട്ടി ഉള്ളത് ആർക്ക്, റയോണിനാണ്. അപ്പൊ സിൽക്ക് ക്ലോത്ത്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റയോണ് യൂസ് ചെയ്യാറുണ്ട്. along with the merits and synthetic fibers have demerits too. Correct property that applies to the synthetic threads അല്ലെ. aeration it is low, then availability absorb water it is low, found to be low. For hot weather it's suitable, not suitable. Inflammability also low. Can we overcome these limitations? Synthetic fibers are generally used by blending them with natural substance. അപ്പൊ സിന്തറ്റിക് ഫൈബേഴ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുക, കോട്ടൺ ആയിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് അവര് യൂസ് ചെയ്യാറ്. പ്ലാസ്റ്റിക്സ്. പ്ലാസ്റ്റിക്സ് ആർ പോളിമേഴ്സ് ഹാവിംഗ് പ്രോപ്പർട്ടി ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് ഫൈബേഴ്സ്. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് പോളിമർ ആണ് അല്ലെ. ഗ്രൂപ്പ് ഓഫ് മോണോമേഴ്സ് ചെയിൻസ് ഗ്രൂപ്പ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക, പോളിമർ ഉണ്ടാവുക. അപ്പൊ പ്ലാസ്റ്റിക് ഒരു പോളിമർ ആണ്, ഫൈബറിന്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. These are substances that changed the very face of human life അല്ലെ. മനുഷ്യന്റെ ജീവിതചക്രം തന്നെ മാറ്റിമറിച്ചതാണ് എന്ത്, പ്ലാസ്റ്റിക്കുകൾ. ആ സിന്തറ്റിക് പ്ലാസ്റ്റിക്സ് പോളിമേഴ്സ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് ആർ യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ്. എന്തിനൊക്കെ യൂസ് ചെയ്യണം, ഹൗസ് ഹോൾഡ് യൂട്ടൻസിൽസ് ഉണ്ടാക്കാൻ, പിന്നെന്താ ആർട്ടിഫിഷ്യൽ ഹാർട്ടിന്റെ വാൾവ് ഉണ്ടാക്കാൻ വരെ നമ്മൾ എന്ത് ചെയ്യും, പ്ലാസ്റ്റിക്സ് ഉപയോഗിക്കാറുണ്ട്. No other substance have so diverse as use as that of plastics. ഈ പ്ലാസ്റ്റിക്കിന്റെ അത്ര ഗുണമുള്ള വേറൊരു സബ്സ്റ്റൻസും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. Plastic with diverse property had been prepared nowadays using the more useful. റബ്ബർ. റബ്ബറിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്, നാച്ചുറൽ ആയിട്ടുള്ള പോളിമർ ആണ് റബ്ബർ അല്ലെ. വിത്ത് അതിന്റെ കഴിവെന്താ, ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ്. റബ്ബർ ഐസൊലേറ്റഡ് ഫ്രം ദ ലാക്ടസ് ഇറ്റ് ഈസ് ഒബ്റ്റെയിൻ ഫ്രം ദ റബ്ബർ ട്രീ. റബ്ബർ എവിടെ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്തത്, റബ്ബർ ട്രീ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്യണത്. അപ്പൊ ആ മിൽക്കിന്റെ പേരെന്താണ്, ലാക്ടസ്. റബ്ബർ ഈസ് എ പോളിമർ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് മോണോമർ മോളിക്യൂൾ ഐസോപ്രീൻ. റബ്ബർ എന്ന് പറയുന്നത് എന്താണ്, മോണോമർ ആണ്, ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് മോണോമർ മോളിക്യൂൾ ഐസോപ്രീൻ. Synthetic polymers with the properties of rubber have been developed. These are called synthetic rubbers.
സിന്തറ്റിക് പോളിമേഴ്സ് അപ്പോൾ എന്താണ് റബ്ബറിന്റെ പ്രോപ്പർട്ടിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് സിന്തറ്റിക് റബ്ബർ എന്ന് പറയുക. അത് ഉൾപ്പെടുന്നത് ഏതാ? നിയോപ്രിൻ, തയോകോൾ, ബ്യൂണായസ് അല്ലേ? നിയോപ്രിൻ, തയോകോൾ, ബ്യൂണായസ്, ബ്യൂണായൻ. Brief history of plastics. Plastic got its name from the Greek word plastikos, which means with alternate shape. ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് രൂപകൽപ്പന ചെയ്യാം. ഏതിനെ? പ്ലാസ്റ്റിക്കിനെ. Parkisine prepared by Alexander Parks was the first substance analogous to plastic. The first artificial plastic was bakelite prepared by the Belgian chemist Leo Baekeland in 1909. Then some situation in which plastic are used have been given in the table. Find out the property of plastic in each situation. To insulate electrical conductor, not a conductor of electricity. അപ്പോൾ ഈ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉണ്ടാക്കാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പ്ലാസ്റ്റിക് ഉപയോഗിക്കാം. കാരണം എന്താണ്? അത് ഇലക്ട്രിസിറ്റി അതിലേക്ക് കടത്തിവിടില്ല. പിന്നെ ടു മേക്ക് ഹാൻഡിൽസ് ഓഫ് കിച്ചൺ യൂട്ടൻസിൽസ് അല്ലേ? പാത്രങ്ങൾ ചൂട് പിടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഹാൻഡിലില്ലേ? ഹാൻഡിൽ ഏതിലുണ്ടാക്കുക? പ്ലാസ്റ്റിക്സിലാണ് ഉണ്ടാക്കുക. To store chemical substances. Chemical substance ഒക്കെ കുറെ കാലത്തേക്ക് സ്റ്റോർ ചെയ്യാനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കും? പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഉപയോഗിക്കാറുണ്ട്. വാട്ടർ ടാങ്ക്സ് ഉപയോഗിക്കാറുണ്ട് അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? ടു സ്റ്റോറേജ് വാട്ടർ അല്ലേ? ഇറ്റ് ക്യാൻ ഹോൾഡ് ദി കപ്പാസിറ്റി ടു ഹോൾഡ് ലാർജ് ലിറ്റേഴ്സ് ഓഫ് വാട്ടേഴ്സ് ടു മേക്ക് ഹൗസ് ഹോൾഡ് യൂട്ടൻസിൽസ്. പിന്നെ വീട്ടിന് ആവശ്യമായ ഓരോ ഉപകരണമൊക്കെ നമ്മൾ എന്തിലും ഉണ്ടാക്കിയിരിക്കുന്ന? പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ട്രക്ചർ ഓഫ് പ്ലാസ്റ്റിക്സ്. Different plastics has different molecular structure. ഓരോ പ്ലാസ്റ്റിക്കിനും ഓരോ മോളിക്കുലർ സ്ട്രക്ചർ ആണ് പോസസ് ചെയ്തിരിക്കുന്നത്. തെർമോപ്ലാസ്റ്റിക് they are called linear polymers. ലീനിയർ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോളിക്യൂൾസ് ഒരേ ചെയിനിൽ ഇരിക്കുന്നതിനാണ് ലീനിയർ പോളിമേഴ്സ് എന്ന് പറയാം. അപ്പൊ തെർമോപ്ലാസ്റ്റിക് ലീനിയർ പോളിമേഴ്സ് ആണ്. They are formed by the combination of monomers. തെർമോസെറ്റിംഗ് അപ്പൊ രണ്ടെണ്ണം ഉണ്ട് അല്ലെ? തെർമോപ്ലാസ്റ്റിക്കും ഉണ്ട്, തെർമോസെറ്റിംഗും ഉണ്ട്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? There is structure in which the monomer units are straight chain ആകുമ്പോൾ thermoplastic എന്ന് പറഞ്ഞു. Cross linked ആകുമ്പോൾ എന്താണ്? Thermosetting plastics. The structure difference between the two is the reason for the difference in the behavior to. അപ്പൊ ഈ സ്ട്രക്ചറിലുള്ള വ്യത്യാസം തന്നെയാണ് എന്ത്? അവരുടെ റിയാക്ഷൻ ടുവേർഡ്സ് ഹീറ്റ്, ചൂടിലേക്ക് ഉള്ള അവരുടെ റിയാക്ഷൻ. Thermoplastic and thermosetting plastic are plastic with the same property used for all purposes. Have you seen plumbers using PVC pipes heating and cooling? What is the peculiarity of this plastic? Can we use PVC for making the handles of pressure cooker and PVC? Plastic can be classified into two types based on the occurrence changes that occur while heating. അപ്പോൾ പ്ലാസ്റ്റിക്കിനെ നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എന്ത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ സ്വഭാവത്തിനനുസരിച്ചാണ് നമ്മൾ അതിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. The plastic that gets softened on heating and hardened on cooling is thermoplastic. അപ്പൊ തെർമോപ്ലാസ്റ്റിക്കിന്റെ പ്രത്യേകത എന്താണ്? അതായത് ആ പ്ലാസ്റ്റിക് അല്ലെ ചൂടാക്കുന്ന സമയത്ത് അതെന്താവും? സോഫ്റ്റ് മീൻസ് ആവും. പിന്നെന്താണ്? കൂൾ ചെയ്യുന്ന സമയത്ത് അത് ഹാർഡൻ ചെയ്യും. സോ സോഫ്റ്റിംഗ് ഓൺ ഹീറ്റിംഗ് ആൻഡ് ഹാർഡനിങ് ഓൺ കൂളിംഗ്. ദാറ്റ് ഈസ് ദ റിവേഴ്സ് പ്രോസസ്. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് ദ തെർമോപ്ലാസ്റ്റിക്. ആൻഡ് ഈ പ്രോസസ് എന്താണ്? കുറെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. The plastic which remains soft when heated during its manufacture get hardened permanently on cooling. അതായത് നമ്മൾ അത് ഉണ്ടാക്കുന്ന സമയത്ത് അത് സോഫ്റ്റ് ആയിരിക്കും അല്ലെ? ഉണ്ടാക്കുമ്പോൾ എന്താണ്? ഹീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. ആ സമയത്ത് അത് സോഫ്റ്റ് ആവുകയും പിന്നെ നമ്മൾ ഗെറ്റ് ഹാർഡൻഡ് പെർമനന്റ്ലി ഓൺ കൂളിംഗ്, കൂൾ ചെയ്യുന്ന സമയത്ത് ഹാർഡൻഡ് ആകുക അല്ലെ? അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിനെയാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുക. ഒരിക്കൽ ഹാർഡൻ ചെയ്താൽ പിന്നെ അത് നമുക്ക് റീമോൾഡ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ? പിന്നെ തിരിച്ച് ആ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റില്ല. Okay, thermoplastics undergo physical change on heating. Thermosetting plastic on heating undergo chemical change along with the physical. അപ്പോൾ തെർമോപ്ലാസ്റ്റിക് ഫിസിക്കൽ ചേഞ്ച് ആണ് ഹീറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുക. തെർമോസെറ്റിംഗ് ആണെങ്കിലോ ഫിസിക്കലും കെമിക്കൽ ചേഞ്ചും ടേക്ക് പ്ലേസ് ചെയ്യും. കുറച്ച് തെർമോപ്ലാസ്റ്റിക്കിന്റെ നെയിമും അവരുടെ യൂസസും. പോളിത്തീൻ അല്ലെ? പോളിത്തീൻ ബാഗ് ഒക്കെ കണ്ടിട്ടില്ലേ? പാക്കറ്റ്, ട്യൂബ്, കണ്ടെയ്നേഴ്സ് ഒക്കെ പോളിത്തീൻ കൊണ്ട് ഉണ്ടാക്കിയതാണ്. PVC, that is polyvinyl chloride, for the manufacture of electrical wirings, plumbing, shoes, handbags, raincoat, bottle, furniture. Raincoat ഒക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ ഈ PVC ഉണ്ടാക്കിയതാണ്. പിന്നെ എന്തൊക്കെയാ? ബോട്ടിൽ, ഫർണിച്ചർ, ബാഗ്സ് എക്സെട്ര. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്, bakelite, for the manufacture of plug, switches,
button handles of electrical utensils and kitchen vessels etc. എന്തിനൊക്കെയാണ് പ്ലഗ് ഉണ്ടാക്കാൻ, പിന്നെ സ്വിച്ച്, ഇലക്ട്രിക്കൽ ഹാൻഡിൽസ്, യൂട്ടൻസിൽസ് ഇതൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് എന്താ, ബേക്ക് ലൈറ്റ് ആണ്. മലാനിൻ ഫോമാൽഡിഹൈഡ് റെസിൻ ഫോർ ദ മാനുഫാക്ചർ ഓഫ് അൺബ്രേക്കബിൾ ക്രോക്കറി, അല്ലെ, പൊട്ടാത്ത ക്രോക്കറീസ്, നല്ല ഹാർഡൻ ആയിട്ടുള്ള ക്രോക്കറീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യണത്, മെലാനിൻ ഫോമാൽഡിഹൈഡ് റെസിൻ ഉപയോഗിക്കുന്നത്. ഓക്കെ. പൊല്യൂഷൻ ഡ്യൂ ടു പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് നമുക്ക് ഉപയോഗമാണെങ്കിലും അത് നമ്മൾ പരിസരത്തേക്ക് വലിച്ചെറിഞ്ഞ്, പ്രകൃതിയിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാനികരമാണ്. ബിക്കോസ് ദേ ഡസ് നോട്ട് ഡീകേ, അല്ലെ. Once considered as a wonderful substance has now become a dreaded substance to be avoided everywhere. Restrictions on the production and use of plastic. അപ്പൊ ഇപ്പൊ അത് പ്രൊഡ്യൂസ് ചെയ്യണത് തന്നെ അതിനൊരു തടയിട്ടിട്ടുണ്ട്, അല്ലെ, റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. And had been enforced worldwide. In our country, the use of plastic had been banned in a number of places. അല്ലെ, പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നത് തന്നെ നിരോധിച്ചിട്ടുണ്ട്. You may also be aware that steps have been taken to make hospitals. സ്റ്റെപ്പ് എന്തിനൊക്കെയാണ്, ഹോസ്പിറ്റൽ, ക്യാമ്പസ്, സൂവർ, പബ്ലിക് പ്ലേസ്, ഇവിടെയൊന്നും നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ദിസ് ഈസ് ബിക്കോസ് പ്ലാസ്റ്റിക് ഡു നോട്ട് അണ്ടർഗോ ഡീഹൈഡ്രേഷൻ ലൈക്ക്. എന്തുകൊണ്ടാണ്, അവര് ഡീഗ്രേഡ് ചെയ്തില്ല, അല്ലെ, മണ്ണിലേക്ക് ലയിച്ചു പോവില്ല. What are the situations in which plastic material become harmful? അതായത് എൻവയോൺമെന്റ് പൊല്യൂഷൻ ഉണ്ടാക്കും, അല്ലെ, നമ്മൾ കെയർലെസ് ആയിട്ട് അത് ത്രോ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാക്കും, എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടാവും. Having the use of plastic given various benefit to mankind, എന്തൊക്കെയാണ്, ഫോറസ്റ്റ് കൺസർവ് ചെയ്യുക, ഹൗസ് ഹോൾഡ് യൂട്ടിലിറ്റി, അല്ലെ, വീട്ടിലേക്ക് ആവശ്യമായ യൂട്ടൻസിൽസ്, ഗ്ലാസസ്, ഇതൊക്കെ നമ്മൾ പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഹെൽത്ത്, ദെൻ കൺസ്ട്രക്ഷൻ വർക്ക്, കെട്ടിടപ്പണിക്കൊക്കെ പ്ലാസ്റ്റിക് ഉപയോഗിക്കാറുണ്ട്. ലെറ്റസ് പ്രാക്ടീസ് ആർസ് 4R നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ ഇത് ഒരുവിധം നമുക്ക് ഈ പൊല്യൂഷൻ അവോയ്ഡ് ചെയ്യാം. ഈ 4R പറയുന്നത് എന്താണ്, റിഡ്യൂസ്, ഉപയോഗം കുറയ്ക്കുക, റീയൂസ്, ഉപയോഗിച്ച വസ്തു പിന്നെയും ഉപയോഗിക്കുക, റെഫ്യൂസ്, അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക പ്ലാസ്റ്റിക്, റീസൈക്കിൾ, ഉപയോഗിച്ച് കഴിഞ്ഞവ റീസൈക്കിളിന് കൊടുക്കുക. പ്ലാസ്റ്റിക് ആൻഡ് മൈക്രോൺ, നമ്മൾ ഈ കടകളിലൊക്കെ പോകുമ്പോൾ ഇത്ര മൈക്രോൺ കനമുള്ളതേ പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പാടൂ എന്നുള്ളതൊക്കെ കേട്ടിട്ടില്ലേ. ദ തിക്നെസ് ഓഫ് എ പ്ലാസ്റ്റിക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്, എക്സ്പ്രസ് മൈക്രോൺ യൂണിറ്റ്. 1 micron means 10 to the power minus 6 meter. Since plastic with less than 40 micron thickness is easily breakable. അല്ലെ, 40 മൈക്രോണിന് താഴെയുള്ളത് എന്താണ്, പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പൊ എന്താ, and may be discarded, its use in restricted in many places. Energy from plastic. When carry bags and bottles made of polythene and polypropylene are burned completely, അല്ലെ, എന്താണ്, പോളിത്തീനും പോളിപ്രോപ്പിലീനും ഒക്കെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, എയർ കണ്ടീഷനിൽ ഹീറ്റ് ചെയ്ത carbon dioxide, water and large amount of energy is released. When hydrocarbon polymers are heated in the presence of air under high temperature and pressure ആണെങ്കിൽ polymer molecules decompose to form products which can be used as fuels. This method of producing electricity use this gaseous fuel is already, അല്ലെ, ഇലക്ട്രിസിറ്റി ഇങ്ങനെ gaseous ആയിട്ട് ഉപയോഗിക്കുന്നത് ഓൾറെഡി ഇൻ പ്രാക്ടീസിലാണ്. പിന്നെന്താണ് ഇവിടെ തന്നിരിക്കുന്നത്, അപ്പൊ നമുക്കൊരു സെമിനാർ ഒക്കെ കണ്ടക്ട് ചെയ്തിട്ട് എന്തിനെ കുറിച്ചാണ്, പ്ലാസ്റ്റിക് ബൂൺ ഓർ കേസ്, നമുക്ക് ഗുണവും ദോഷവും അതിനെക്കുറിച്ച്, പിന്നെ എന്തൊക്കെ വസ്തുക്കളാണ് നമ്മൾ അതിൽ നിന്ന് പ്രിപ്പയർ ചെയ്തത്, അല്ലെ, അതിന്റെ പകരം നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യാം. റീസൈക്ലിംഗ് സിമ്പിൾസ് ഫോർ എഫക്റ്റീവ് റീസൈക്ലിംഗ്, അല്ലെ, പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. ട്രയാംഗുലർ ആരോസ് വിത്ത് നമ്പേഴ്സ് 1 to 7. എന്തൊക്കെയാ, 1 എന്താ പറയുന്നത്, PETE, polyethylene tetraphthalate. HDPE, that is number 2, high density polythene. 3V, polyvinyl chloride. 4 LDPE, low density polythene. 5 PP, polypropylene. 6 PS, polystyrene. 7 others. That's all about this chapter. If you are interested, please do share, like and subscribe my channel. Okay, thank you.